ഹലോ ഫ്രണ്ട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജീനെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് അതിൽ ഓരോ യൂണിറ്റ്സിലെയും ഡിഫറെൻറ്റ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും. എന്നിട്ട് ആ യൂണിറ്റ് ഫിനിഷ് ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോയിൽ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസും ചെയ്യും. സോ ദിസ് ഇസ് ഹൗ ഐ എം പ്ലാനിങ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്ട്രേറ്റ് അവേ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്പേസ് ടെക്നോളജി എന്ന മൊഡ്യൂളിലെ ആദ്യത്തെ യൂണിറ്റാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി സ്പേസ് ടെക്നോളജി എന്നുള്ളൊരു പോർഷനാണ് ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത്. അതിൽ യൂണിവേഴ്സ് ആൻഡ് ദ സോളാർ സിസ്റ്റം എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഓൾറൈറ്റ്. സോ അതിന് മുന്നേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സ്റ്റാർസിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാർസിൻ്റെ നെബുലേ, പൾസസ് എല്ലാം ടേംസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു സ്റ്റാർ ആണ്. പിന്നെ വന്നിട്ടുള്ളൊരു കാര്യം സോളാർ ഫ്ലെയേഴ്സ് ആണ്. സോളാർ ഫ്ലെയേഴ്സ് സണ്ണിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന റേഡിയേഷൻസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ് ആസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസിൻ്റെ ലൈറ്റ് ഇയേഴ്സ് അതിനെ പറ്റിയിട്ടുള്ള കാര്യം. ആൻഡ് ദെൻ ക്രാഫ്റ്റുകൾ, സ്പേസ് ക്രാഫ്റ്റ് ഫ്ലൈയിങ്ങിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ആ ഒരു ഇയർ വരുന്ന കറണ്ട് അഫയേഴ്സ്. സയൻസ് ആൻഡ് ടെക്നോളജി ഇസ് ഓൾ അബൌട്ട് കറണ്ട് അഫയേഴ്സ്, റൈറ്റ്? സോ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ബ്ലാക്ക് ഹോൾ ഒക്കെ വാസ് ദെയർ ഇൻ ന്യൂസ്. സോ ഇവൻറ്റ് ഹൊറൈസൺ, സിംഗുലാരിറ്റി, ഇതൊക്കെ ബ്ലാക്ക് ഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. ഗോളിലോക്ക് സോൺ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ അബൌട്ട് പ്രോജക്ട്സ് 2017 പ്രോജക്റ്റിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ഹൗ ദേ വിൽ ബി പുട്ടിങ് questions. And not just that, theory of relativity, Albert Einstein, അതിനെക്കുറിച്ചും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് യൂണിറ്റ് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് യൂണിവേഴ്സ്, ഒറിജിൻ ആൻഡ് എവല്യൂഷൻ. യൂണിവേഴ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്താണ്? യൂണിവേഴ്സ് എല്ലാ സ്പേസ്, ടൈം, മാറ്റർ ആൻഡ് എനർജി എല്ലാത്തിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയും. അതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് കോസ്മോളജി എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, യൂണിവേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെ സംഭവിച്ചു, ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നു? കോസ്മോളജി എന്ന് പറയുന്നത്. ആൻഡ് യൂണിവേഴ്സ് ശരിക്കും ബിഗ് ബാങ് തിയറി ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഒരു ബിഗ് ബാങ് നടന്നു. ആ ബിഗ് ബാങ്ങിൽ ആണ് യൂണിവേഴ്സ് എമേർജ് ചെയ്തത് എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്കുള്ളത്. സോ ഹൗ വാസ് ഇറ്റ് അതെങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിനോമിന ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് ബൈ ഒരു ചെറിയ ബലൂൺ എടുക്കാം. ആ ബലൂണിൽ 4 കറുത്ത ഡോട്ട് ഇടുക. എന്നിട്ട് അതിനെ ഊതുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ? ഈ കറുത്ത ഡോട്ട് ഇൻ ഇറ്റ് സെൽഫ് വിൽ എക്സ്പാൻഡ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഡോട്ട്സ് വിൽ ഓൾസോ ഗെറ്റ് വൈഡൻഡ് അല്ലേ? 2 ഡോട്ടുകളും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസും വലുതാവും, അതുപോലെ തന്നെ ഈ ഡോട്ടിൻ്റെ സൈസും വലുതാവും. അതേപോലെയാണ് ഈ യൂണിവേഴ്സിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഘടന എന്നാണ് പറയുന്നത്. അതായത് വളരെ ഇൻറ്റൻസ് ആയിട്ട്, വളരെ ഹോട്ടായിട്ടുള്ള ഈ പറയുന്ന എല്ലാ സ്പേസും ടൈമും ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും എന്തായിരുന്നു? ജസ്റ്റ് ഇങ്ങനെ സിംഗുലാരിറ്റിയിൽ കിടക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ബിഗ് ബാങ് സംഭവിച്ചത്. സോ വാട്ട് ഹാപ്പൻഡ്? ഇതിങ്ങനെ പതുക്കെ ഇത് പൊട്ടിത്തെറിച്ചില്ല. ഇൻസ്റ്റഡ് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഇൻഫ്ലേഷൻ സംഭവിച്ചു, എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് ഇൻ ഇറ്റ് സെൽഫ്. അതല്ലാതെ തന്നെ ഇറ്റ് ഈസ് മൂവിങ് ഫെർദർ അപ്പാർട്ട് ഫ്രം വൺ അനദർ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരവും കൂടി വരുന്നുണ്ട്. അങ്ങനെ കൂടി യൂണിവേഴ്സ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന ദൂരം എന്ന് പറയുന്നത് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ഡയമീറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇൻഫിനിറ്റ്ലി അതിങ്ങനെ വൈഡൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഇത് ക്ലസ്റ്റേഴ്സും സൂപ്പർ ക്ലസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് കോസ്മിക് വോയിഡ്സുകളും എല്ലാം ഫോം ചെയ്യുന്നുണ്ട്. ഇഫ് ദിസ് ഇസ് ദ എൻറ്റയർ യൂണിവേഴ്സ്, ഓർഡിനറി മാറ്റർ, നമുക്ക് കണ്ണോട് കാണാൻ പറ്റുന്ന മാറ്റർ, അതായത് ആറ്റം, സ്റ്റാർസ്, പ്ലാനറ്റ്സ്, ഇതെല്ലാം 5% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഡാർക്ക് മാറ്റേഴ്സാണ്. ഡാർക്ക് മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ എഫക്ട്സ് മൂലം ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഡാർക്ക് എനർജി ഈസ് ഓൾസോ ഹിയർ. ഡാർക്ക് എനർജി എന്ന് പറയുന്നത് 68%. ഈ സംഭവങ്ങളൊന്നും നമുക്ക് കണ്ണിൽ കാണാൻ പറ്റില്ല. ഓൾറൈറ്റ്, കാരണം ലൈറ്റിന് പോലും അതിനുള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഇത് ഓർഡിനറി മാറ്റേഴ്സ്, ഡാർക്ക് മാറ്റർ അതിൻ്റെ ഉള്ളിൽ, അതിലും വലിയ ഇതാണ് ഡാർക്ക് എനർജി. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ദിസ് ഇസ് കണ്ടിന്യൂസ്ലി എക്സ്പാൻഡിങ്, ഇൻഫിനിറ്റ്ലി ഇത് എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാർക്ക് മാറ്റർ എന്താണ്? ഇൻവിസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതെന്തുകൊണ്ടാണ്? നമുക്ക് എങ്ങനെ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രാവിറ്റേഷണൽ എഫക്ട്സ് ഓൺ ദ ഗാലക്സീസ് വഴി നമുക്കത്, ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ് ബീൻ ഡിറ്റക്റ്റഡ്. ഡാർക്ക് എനർജി എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർഡിനറി മാറ്റർ ഇസ് നത്തിങ് ബട്ട് ദ ആറ്റംസ്, സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. ഓക്കെ, എന്നാൽ നമുക്ക് ബിഗ് ബാങ് തിയറി എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. ബിഗ് ബാങ് തിയറി
ജോർജസ് ലെമജർ ആണ് 1927 പ്രപ്പോസ് ചെയ്തത്. ദാറ്റ്സ് ഹൗ ദ യൂണിവേഴ്സ് ഹാസ് ബീൻ ഒറിജിനേറ്റഡ് എന്നുള്ളതാണ് തിയറി. എങ്ങനെയായിരുന്നു? 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ എല്ലാ മാറ്ററും എനർജീസും എല്ലാം ഒരു കുഞ്ഞ് സിംഗുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. ഓക്കെ, അതിൻ്റെ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും എല്ലാം ലൈക്ക് ഇൻഫിനിറ്റ് ആയിരുന്നു. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഡെൻസിറ്റിയും ടെമ്പറേച്ചറും. അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ഒരു റൂമിൽ 4 പേരേ ഉള്ളൂ, AC ഇട്ടു, നമ്മൾ തണുക്കും. അതേ റൂമിൽ 40 പേര് വന്നാൽ നമുക്ക് ചൂടെടുക്കും, റൈറ്റ്? സോ അതേപോലെ തന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള മാറ്റേഴ്സും ഇൻഫിനിറ്റ് ആയിട്ടുള്ള എനർജിയും വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ ഡെൻസിറ്റിയും അതിൻ്റെ ടെമ്പറേച്ചറും ഒക്കെ ഇൻഫിനിറ്റ് ആയി. ഓൾ റൈറ്റ്, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്? ഈ സിംഗുലാരിറ്റി ശരിക്കും എക്സ്പ്ലോഡ് ആയില്ല, പക്ഷെ മാസീവ് ആയിട്ടുള്ളൊരു എക്സ്പാൻഷൻ സംഭവിച്ചു. ആ എക്സ്പാൻഷൻ്റെ പേരാണ് ഇൻഫ്ലേഷൻ. ആ ഇൻഫ്ലേഷൻ വഴി എന്ത് സംഭവിച്ചു? യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് 13.8 ബില്യൺ ഇയേഴ്സ് ഏകോ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയത് ആ ബിഗ് ബാങ് തിയറി കാരണം. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ഇസ് സ്റ്റിൽ ഇറ്റ്സ് ബീൻ എക്സ്പാൻഡ്. അതിൻ്റെ ഫോഴ്സ് കാരണം, ഇൻഫ്ലേഷൻ്റെ ഫോഴ്സ് കാരണം അത് ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്. സോ അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സിംഗുലാരിറ്റി ആയിരുന്നു, എല്ലാ മാറ്റേഴ്സും ഒരു സിംഗുലർ ആയിട്ടുള്ള പോയിന്റിലായിരുന്നു, അവിടെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഹീറ്റും ഡെൻസിറ്റി ഉണ്ടായി. അത് ബേസ്റ്റ് എക്സ്പ്ലോർഡ് അല്ല, ഇൻസ്റ്റെഡ് വാട്ട് ഹാപ്പൻഡ് ഇസ് ഇൻഫ്ലേഷൻ സംഭവിച്ചു. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള എക്സ്പാൻഷനാണ്. നടന്നത്. ഒരു കുഞ്ഞ് സിംഗിൾ സെക്കൻഡിൽ അത്രയും റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ സംഭവിച്ചു. സോ അതിൻ്റെ എഫക്റ്റ് ഇന്നുമുണ്ട്. ഇന്നും ആ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന സാധനം ഇസ് ബീൻ എക്സ്പാൻഡിങ്. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത സ്റ്റേജിലാണ് ന്യൂക്ലിയോ സിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വന്നത്. ഈ ന്യൂക്ലിയോ സിന്തസിസിൽ എന്ത് സംഭവിച്ചു? ആദ്യത്തെ ന്യൂക്ലിയൈ ഉണ്ടായി. ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ന്യൂക്ലിയസോടുകൂടി ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. ഈ പറയുന്ന ആറ്റംസ് എല്ലാം ഇങ്ങനെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ദെൻ ദാറ്റ് ഒരു റീകോമ്പോസിഷൻ നടന്നിട്ട് എല്ലാ ഇലക്ട്രോൺസും ന്യൂക്ലിയം എല്ലാം ജോയിൻ ചെയ്തു. ഓക്കെ, അങ്ങനെ ദേ കൻ നൗ ഫ്രീലി ട്രാവൽ ഇൻ ദ സ്പേസ് എന്നുള്ള ഒരു സിറ്റുവേഷനിലെത്തി. ഓക്കെ, ഇതെല്ലാം എന്ത് സംഭവിച്ചു? ന്യൂക്ലിയർ ഉണ്ടായി. ഇതെല്ലാം മാറ്റേഴ്സും ഇങ്ങനെ കിടക്കായിരുന്നു, അതിന് ന്യൂക്ലിയർ ഉണ്ടായത് മാത്രമല്ല അതെല്ലാം കൂടി റീകോമ്പോസിഷനും ചെയ്തു. നൗ ദേ ക്യാൻ ജസ്റ്റ് ഫ്രീലി ഫ്ലോട്ട് ഇൻ ദ യൂണിവേഴ്സ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെയാണ് വാട്ട് ഹാപ്പൻഡ്, അതിനൊരു സ്ട്രക്ചറൽ ഫോർമേഷൻ കൂടി സംഭവിച്ചു. സ്ട്രക്ചറൽ ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടായത്? അവിടെ ഗ്രാവിറ്റി ഉണ്ട് അല്ലേ? ഗ്രാവിറ്റി മാറ്ററിനെ സ്റ്റാർസും ഗാലക്സീസും ഒക്കെ ആയിട്ട് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അതിങ്ങനെ കൂട്ടിച്ചേർത്ത് നിർത്തിയിട്ട് ഓരോ സ്റ്റാർസും അതുപോലെ തന്നെ ഗാലക്സീസും ഒക്കെ ഉണ്ടായി. ദിസ് ഇസ് ദ സ്റ്റേജസ് ഓഫ് ബിഗ് ബാങ്. ഓക്കെ, ഇനി എവിഡൻസസ് ദാറ്റ് ഇസ് സപ്പോർട്ടിങ് ബിഗ് ബാങ്. ബിഗ് ബാങ് നടന്നു എന്നുള്ളതിൻ്റെ സാധ്യതകൾ ഉറപ്പുവരുത്തുന്ന ചില തെളിവുകളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് റെഡ് ഷിഫ്റ്റ് ആണ്. റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എഡ്വിൻ ഹബിളിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ഒരു ഒബ്സർവേഷനാണ്. വാട്ട് ഹീ സെഡ് വാസ് ഗാലക്സി ആർ മൂവിങ് അവേ ഫ്രം അസ്. നമ്മളിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡിസ്റ്റൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹൗ? ലൈറ്റ് ഫ്രം ഡിസ്റ്റൻറ്റ് ഗാലക്സീസ് ഷിഫ്റ്റ് ടുവേർഡ്സ് എ റെഡ് എൻഡ് ഓഫ് ദ സ്പെക്ട്രം. നമുക്കറിയാം സ്പെക്ട്രത്തിൽ ഈ വിബ്ജോർ എന്ന് പറയുന്ന സാധനം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, റൈറ്റ്? അപ്പോൾ ഈ 6ൻ്റെ അടുത്തേക്കാണ് പോയി, അതായത് വേവ് ലെങ്ത്ത് കൂടുതലുള്ള, വേവ് ലെങ്ത്ത് ലോങ് ആയിട്ടുള്ള 6ൻ്റെ അടുത്തേക്കാണ് ഈ പറയുന്ന എല്ലാ എന്താ പറയുക ഗാലക്സീസും, ഐ മീൻ ലൈക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ദ റെഡ് ഷിഫ്റ്റ്. റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വിബ്ജോറിൽ 6ൻ്റെ അടുത്തേക്ക്, ലോങ്ങർ വേവ് ലെങ്ത് ഉള്ളതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ലോങ്ങർ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പാൻഡ് ചെയ്യാണ് എന്നുള്ള ഒരു തിയറിയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് എവിഡൻസസ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. അതായത് അന്ന് ബിഗ് ബാങ് നടന്ന സമയത്ത് ആ ഒരു ബിഗ് ബാങ് നടന്നില്ലേ, അതിൻ്റെ ആഫ്റ്റർ ഗ്ലോ ഇന്നും യൂണിഫോംലി യൂണിവേഴ്സിൽ ഫിൽ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചു. അത് പെൻസിയാസ് അതുപോലെ തന്നെ വിൽസൺ ഇവരാണ് ഇത് കണ്ടുപിടിച്ചത്, റൈറ്റ്? ഇനി അടുത്തത് അബണ്ടൻസ് ഓഫ് ലൈറ്റ് എലമെൻറ്റ്സ് ആണ്. അതായത് ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും റേഷ്യോ കറക്റ്റ് 75-25 കിടക്കാണ്. വിച്ച് മീൻസ് ഈ പറയുന്ന ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് നടന്നു എന്ന് പറയില്ലേ, ആ ഒരു സംഭവത്തിന്, ആ ഒരു പ്രഡിക്ഷൻസിനെ എല്ലാം മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തിയറി, ഒരു എവിഡൻസ് ആണ് ഈ പറയുന്ന കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് എവിഡൻസസ് വിച്ച് ഇസ് സപ്പോർട്ടിങ് ബിഗ് ബാങ് തിയറി. നമ്മൾ പറയുന്നത് ബിഗ് ബാങ് തിയറി മൂലം തന്നെയാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടന്നത് എന്നാണ് നമ്മളൊരു ഇത്. ഓക്കെ, സോ ഇത് മതി. ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റാർസിൻ്റെ ഫോർമേഷനെ കുറിച്ച് ഇൻഡെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. സോ ദിസ് ചാപ്റ്റർ ഇസ് ഓൾ അബൌട്ട് ദ യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ സ്റ്റേജസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് അത് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ആദ്യം ഒരു സിംഗുലാരിറ്റി ആയിരുന്നു, അത് ഇൻഫ്ലേഷൻ നടന്നു. ഇൻഫ്ലേഷനിൽ അതിങ്ങനെ എക്സ്പാൻഡ് ആയിട്ട് വന്നു. എക്സ്പാൻഡിൽ ആൻഡ് ദെൻ ദ ന്യൂക്ലിയോ സിന്തസിസ് സംഭവിച്ചു. വേർ ദ ഫസ്റ്റ് ന്യൂക്ലിയർ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. റീകോമ്പോസിഷൻ വഴി അതെല്ലാം ഇലക്ട്രോൺസും ഇങ്ങനെ അത് ഫ്രീലി അതിങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം സംഭവിച്ചു. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ് ഇസ് അവിടെ ആ ഗ്രാവിറ്റേഷണൽ ഇത് കാരണം പ്ലാനറ്റ്സും അതുപോലെ തന്നെ ഗാലക്സീസും എല്ലാം ഫോം ചെയ്യുന്നു. ദാറ്റ്സ് ഹൗ ദ യൂണിവേഴ്സ് ഹാപ്പൻഡ് ഓർ ഒറിജിനേറ്റഡ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ബിഗ് ബാങ് തിയറി. ഓൾറൈറ്റ്.
സോ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് സ്റ്റാർസിൻ്റെ ഫോർമേഷനോ അത് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. താങ്ക് യു.